ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും ശാപവാക്കുകൾ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിച്ചു പോയി. നമ്മുടെ വിധി, അതിനെ തോൽപ്പിക്കാൻ നമ്മുടെ മഹാത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ. സഹിക്കും, അതല്ലാതെ വേറെന്ത് പറയാനാ? കരയാണോ? കല്ലുപോലെ പിടിച്ചിരിക്കുന്നു. പക്ഷെ തന്നെ അടുത്തൊന്ന് സങ്കടം പുറത്തു വന്നപ്പോഴേ അറിയാതെ കണ്ണെറിഞ്ഞുപോയി. ഇപ്പോഴും കണ്ണെന്ന് മായുന്നില്ലടോ. വീടിന്റെ മുറ്റത്ത് ഭഗവാന്മാരുടെ പടകൾ, ഭിക്ഷോപ്പറിലായി നിൽക്കുന്ന എന്റെ അമ്മയുടെ രൂപം, എന്റെ ചങ്ക് കത്തുന്ന കാഴ്ച, അതിപ്പോഴെന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക. അറിയോ, അത് ഓർത്തപ്പോ നിയന്ത്രണം വിട്ടുപോയെന്ന് പറയുന്നത് ശരിയാ? എടോ, തനിക്കറിയാലോ, ആ വീട്ടുമുറ്റത്ത് നാട്ടുകൂട്ടം വിളിച്ചുകൂട്ടി അതിനു മുമ്പ് കസാര വലിച്ചിട്ട് കാലുമേ കാല് ഏറ്റുവെച്ച് നീതി നിയമവും നടപ്പാക്കിയിരുന്ന, പഞ്ചായത്ത് വിളിച്ചുകൂട്ടി വീതി പറഞ്ഞിരുന്ന സത്യമ്മ എന്ന് പറഞ്ഞ എന്റെ അമ്മയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. അറിയോ, അത് മങ്ങാതെ മായാതെ നിൽക്കുമ്പോഴും ഒരു ബിഗ് ഷോപ്പറിലെ ഭഗവാന്മാരുടെ ചിത്രങ്ങൾ താങ്ങി ആ വീട്ടുമുറ്റത്ത് ഒരു അന്യയെ പോലെ നിൽക്കുന്ന എന്റെ അമ്മയെ കണ്ടപ്പോഴേ എനിക്കുണ്ടായ വേദനയേക്കാൾ എത്രയോ 10 മടങ്ങ് വേദനയുണ്ടോ എന്റെ അമ്മയ്ക്ക്. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, നമ്മുടെ ശത്രുക്കൾക്ക് തൽക്കാലത്തേക്ക് മാത്രമുള്ളൊരു വിജയമായത്. നമ്മളിത് തിരിച്ചു പിടിക്കും. നമ്മുടെ ഓരോ നഷ്ടത്തിനും നമ്മുടെ ശത്രുക്കളെ കൊണ്ട് കണക്ക് പറയിക്കും. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞാനിങ്ങനെ തിരിച്ചു വരുന്ന. അപ്പോ നമുക്ക് വേണ്ടി ഉദിക്കുന്ന സൂര്യനും നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാകുന്ന നല്ല ദിനങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേ. ഇതെല്ലാം നമ്മൾ തിരിച്ചെടുക്കും, ഉറപ്പാ. നമുക്ക് അർഹതപ്പെട്ടതൊക്കെ നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇനിയുള്ള ദിനങ്ങളെല്ലാം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഞാനും ഉടനെ ഇവിടെ നിറങ്ങും. വിഷ്ണുട്ടനും ജോലിയിലേക്ക് തിരിച്ചു കയറണം. തൽക്കാല വിജയത്തിൽ അഹങ്കരിച്ചു നിൽക്കുന്ന നമ്മുടെ ശത്രുക്കളുടെ മുന്നിലേക്ക് പൂർവാധികം ശക്തിയോടെ നമ്മൾ പട നയിച്ചിറങ്ങും. ശാശ്വതമായ ധർമ്മ വിജയത്തിനു വേണ്ടി നമ്മളത് നേടുകയും ചെയ്യും.